പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചന യാത്രയിൽ നമ്മളെ ശക്തിപ്പെടുത്താനും ബലപ്പെടുത്തുവാനുമായി സങ്കീർത്തന പുസ്തകം 55 അധ്യായം 22 തിരുവചനം നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു: നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഭാരം ചുമന്ന് കഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. നമ്മുടെ പ്രതിസന്ധിയും ഭാരവും നിരാശയും ദുഃഖവും അതെല്ലാം എന്ത് ചെയ്യണമെന്ന് സങ്കീർത്തകനായ ദാവീദ് നമ്മളെ പഠിപ്പിക്കുന്നു. അതെല്ലാം കർത്താവിനെ ഭരമേൽപ്പിക്കുക. കർത്താവിനെ ഭരമേൽപ്പിക്കുന്നതനുസരിച്ച് നമ്മുടെ ഭാരം ലഘുവായി മാറുകയും ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുകയും ചെയ്യും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ ഭാരങ്ങളെല്ലാം ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച്, ദൈവമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പുത്രനായ ഈശോയെ, പരിശുദ്ധാത്മാവേ, അനുദിന ജീവിതത്തിലെ ഞങ്ങളുടെ ഭാരങ്ങളെല്ലാം നല്ല ദൈവമേ അങ്ങയുടെ കൈകളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭാരങ്ങളെല്ലാം ലഘുവാക്കി മാറ്റി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾ അനുഭവിക്കുന്ന ഭാരങ്ങളിലൂടെ ഒരു ദൈവദർശനം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിന്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും. സങ്കീർത്തനം 55 അധ്യായം 22 തിരുവചനം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നമ്മളെല്ലാവരും തന്നെ പല വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരാണ്. ജീവിതത്തിൽ ഭാരങ്ങൾ അനുഭവിക്കാത്തവർ ആരാണുള്ളത്? പ്രതിസന്ധിയും പ്രശ്നങ്ങളും നിറഞ്ഞതാണ് ഒരു ജീവിതം എന്ന് പറയുന്നത്. അത് ഏത് ജീവിത അന്തരീക്ഷത്തിലാണെങ്കിലും. പ്രിയപ്പെട്ടവരെ, പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉറപ്പാണ്. ഇംഗ്ലീഷിലൊക്കെ പറയുകയാണെങ്കിൽ അതിനെ ക്രൈസിസ് എന്ന് പറയും. ആർക്കാണ് ജീവിതത്തിൽ ക്രൈസിസ് ഇല്ലാത്തത്? ജീവിതത്തിൽ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ എല്ലാവർക്കും തന്നെ വ്യത്യസ്ത തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടല്ലോ. ഈ പ്രതിസന്ധികളുടെ നടുവിൽ ഞാനും നീയും എങ്ങനെയാണ് ഒരു പ്രതിസന്ധിയെ കൈകാര്യം ചെയ്യുന്നത്? പല വഴികളിൽ നമുക്ക് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഈ ലോകം പഠിപ്പിക്കുന്നത് 2 വഴികളാണ്. ഒന്ന്, ഫ്ലൈറ്റ്, പലായനം ചെയ്യുക, ദൂരേക്ക് പോവുക, ഒളിച്ചോടുക. ഒരു പ്രശ്നത്തിൽ നിന്നും ഒരു പ്രതിസന്ധിയിൽ നിന്നും ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന ഒരു വഴി എന്ന് പറയുന്നത് ഒളിച്ചോട്ടമാണ്. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ഫൈറ്റാണ്. ഫൈറ്റ് ചെയ്യുക. എന്തിനോടാണ് ഫൈറ്റ് ചെയ്യുന്നത്? നീ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തോട് ഫൈറ്റ് ചെയ്യുക. അതൊരു വ്യക്തിയോടാവാം, ഒരു സംഭവത്തോടാവാം, ഒരു പ്രസ്ഥാനത്തോടാവാം, എന്തിനോട് തന്നെയാണെങ്കിലും നിനക്ക് ഫൈറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 2 വഴികൾ ഏതൊക്കെയാണ്? ഒന്ന്, ഫ്ലൈറ്റ്, പലായനം ചെയ്യുക, ഒളിച്ചോടുക. 2, ഫൈറ്റ് ചെയ്യുക. ഈ 2 വഴികളും നമ്മൾ എല്ലാ ദിവസവും തന്നെ അറിഞ്ഞും അറിയാതെയും ഓരോ സംഭവങ്ങളിലും ഓരോ അനുഭവങ്ങളിലും പ്രയോഗിക്കുന്നുണ്ട്. നമ്മൾ അല്പസമയം അത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ അത് വെളിപ്പെട്ട് കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് ആത്മഹത്യയെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുകയും കേൾക്കുകയും നമ്മുടെ ജീവിതത്തിലെ പല വ്യക്തികളുടെ അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. എന്താണ് ആത്മഹത്യ എന്ന് പറയുന്നത്? ആത്മഹത്യ എന്ന് പറയുന്നത് അത് ഒന്നാം തരം ഒളിച്ചോട്ടമാണ്. ഒരു പ്രശ്നം, ഒരു പ്രതിസന്ധി ഉണ്ടായി, അതിൽ നിന്ന് ഇനി രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് കണക്കാക്കുമ്പോൾ ഏറ്റവും നല്ല ഒരു ഒളിച്ചോട്ടം എന്ന് പറയുന്നതാണ് ആത്മഹത്യ. അധിക ദിവസങ്ങളായിട്ടില്ല, പരിചയത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ, ഈ ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയോട് പ്രണയത്തിലായിരുന്നു. അവരുടെ 2 വീട്ടുകാരും ഈ പ്രണയത്തെ എതിർത്തു. അവസാനം ഗത്യന്തരമില്ലാതെ ഇവർ 2 പേരും ആത്മഹത്യ ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ, ഒരു പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ ഇവർക്ക് വന്ന ഒരു വീഴ്ച അതെങ്ങനെയാണ്? ആ പ്രതിസന്ധിയുടെ മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നപ്പോൾ മുമ്പിൽ തെളിഞ്ഞത് ഏക വഴിയാണ് ഒളിച്ചോട്ടം. ആ ഒളിച്ചോട്ടം എങ്ങനെ അവസാനിച്ചു? അതൊരു ആത്മഹത്യയിൽ അവസാനിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു പ്രശ്നത്തെ നേരിടുന്നതിൽ ഒരു വ്യക്തിക്ക് വരുന്ന വീഴ്ചയുടെ ഒരു ഭാഗമാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ജീവിതത്തിൽ പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകാത്തവർ ആരുമില്ല. നിന്റെ പ്രശ്നത്തിൻ്റെയും പ്രതിസന്ധിയുടെ നടുവിൽ നീ എങ്ങനെ ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്.
സങ്കീർത്തകൻ ഈ തിരുവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, നിന്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക എന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ അത് വെറുതെ എഴുതിയിരിക്കുന്നതല്ല, മറിച്ച് ജീവിതത്തിൻ്റെതായ ഒത്തിരി പ്രശ്നങ്ങളുടെയും ഭാരങ്ങളുടെയും നടുവിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനാണ് എഴുതിയിരിക്കുന്നത്. ഉദാഹരണത്തിന് സങ്കീർത്തനം 55, ഈ സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് സ്നേഹിതനാൽ വഞ്ചിക്കപ്പെട്ടവൻ എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, സ്നേഹിതനാൽ വഞ്ചിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ നിരാശയും ദുഃഖവും അതിലിതാ എഴുതി വച്ചിരിക്കുന്നു. സങ്കീർത്തനം 55 6 തിരുവചനം, ഞാൻ പറഞ്ഞു, പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു, ഞാൻ വിദൂരങ്ങളിൽ ചുറ്റിത്തിരിയുമായിരുന്നു, വിജനതയിൽ ഞാൻ വസിക്കുമായിരുന്നു. എന്താണ് സങ്കീർത്തകൻ പറയുന്നത്? ഞാൻ ഒളിച്ചോടുമായിരുന്നു, ഈ പ്രശ്നം കാരണം ഞാൻ മടുത്തു, ഞാനിനി ഒളിച്ചോടുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നീയും ഞാനും അനുഭവിക്കുന്ന ഭാരത്തിൻ്റെ നടുവിൽ എങ്ങനെ ജീവിക്കണമെന്ന് വിശുദ്ധ ഗ്രന്ഥം നന്നായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമ പുസ്തകത്തിൽ 3 പ്രധാനപ്പെട്ട വ്യക്തികളുടെ ഒളിച്ചോട്ടത്തെക്കുറിച്ച് കുറിച്ച് വെച്ചിട്ടുണ്ട്. ആ 3 വ്യക്തികളെ നമ്മൾ അല്പസമയം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ വെച്ച് നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണ്. അതിലൊരു പ്രധാനപ്പെട്ട വ്യക്തി യാക്കോബാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 28-ാം അധ്യായം മുതൽ ഈ യാക്കോബിൻ്റെ ഒളിച്ചോട്ടത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, യാക്കോബ് ഒരു തവണയല്ല ഒളിച്ചോടിയത്, 2-ലധികം തവണ ഒളിച്ചോടിയിട്ടുണ്ട്. ആദ്യത്തെ തവണ യാക്കോബ് ഒളിച്ചോടേണ്ടി വരുന്നത് സ്വന്തം സഹോദരനെ പറ്റിച്ചതിൻ്റെ സന്ദർഭത്തിലാണ്. പ്രിയപ്പെട്ടവരെ, നാട്ടിലൊക്കെ ചില വ്യക്തികൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്വന്തം സഹോദരന് കിട്ടേണ്ടിയിരുന്ന അവകാശം, സ്വത്ത്, അത് കൂടെയുള്ളവൻ വഞ്ചിച്ചെടുക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും പുറത്താക്കുക, അത് കഴിയുമ്പോഴത്തേക്ക് നാട്ടിൽ നിന്ന് ഒളിച്ചോടി പോവുക. അത് ബോംബെയിലേക്കാവാം, ഡൽഹിയിലേക്കാവാം, വിദേശത്തേക്കാവാം, അങ്ങനെ ഒളിച്ചോടി പോവുക. പിന്നെ നാടിനോട് യാതൊരു ബന്ധവും ഇല്ല. ഇത് യാക്കോബിനെ കുറിച്ച് തിരുവചനം പഠിപ്പിക്കുന്നു. യാക്കോബ് സ്വന്തം സഹോദരനായ ഏസാവിനെ പറ്റിച്ചു. ഏസാവിനെ പറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിൽക്കക്കള്ളിയില്ല. യാക്കോബിൻ്റെ മുമ്പിൽ തെളിഞ്ഞത് ഇനി ഒളിച്ചോട്ടമാണ്. എങ്ങോട്ട് ഒളിച്ചോടും? യാക്കോബിൻ്റെ മുമ്പിൽ തെളിഞ്ഞു നിന്ന സ്ഥലം അത് ലാബാന്റെ നാടാണ്. പ്രിയപ്പെട്ടവരെ, ബന്ധുവായ ലാബാന്റെ ദേശത്തേക്ക് യാക്കോബ് ഒളിച്ചോടുകയാണ്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 10 മുതലുള്ള വചനത്തിൽ നമ്മൾ മനോഹരമായ ഒരു കാര്യം കാണുന്നുണ്ട്. യാക്കോബിൻ്റെ ഒളിച്ചോട്ടത്തിൻ്റെ നടുവിൽ ഒരു ദൈവദർശനം ഉണ്ടാവുകയാണ്. യാക്കോബിൻ്റെ ഒളിച്ചോട്ടം അവിടെ നിൽക്കുകയാണ്. ഞാൻ ആ തിരുവചനം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 12-ാം തിരുവചനം, അവനൊരു ദർശനമുണ്ടായി. ഭൂമിയിൽ ഉറപ്പിച്ചിരുന്നൊരു കോവണി, അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടിയിരുന്നു. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. കോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുളി ചെയ്തു, ഞാൻ നിന്റെ പിതാവായ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ്. നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിന്റെ സന്തതികൾക്കും ഞാൻ നൽകും. അങ്ങനെ പ്രിയപ്പെട്ടവരെ, വലിയൊരു വാഗ്ദാന പരമ്പര യാക്കോബിന് ലഭിക്കുകയാണ്. വാഗ്ദാനങ്ങളുടെ പെരുമഴ. പിന്നീട് ഈ സ്ഥലത്ത് വെച്ചാണ് യാക്കോബ് ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പറഞ്ഞ് പേര് കൊടുക്കുന്നത്. പരാജയങ്ങളുടെ ശിരസിന് മുകളിൽ സ്വർഗം പണിതുയർത്തിയ സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് പരാജയപ്പെട്ട് ഒളിച്ചോടിയ യാക്കോബിൻ്റെ തലയ്ക്ക് മുകളിൽ ദൈവം ഒരു സ്വർഗീയ ദർശനം കൊടുത്തു. അവിടെ വെച്ച് സംഭവിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അതായത് ഒളിച്ചോടിപ്പോകുന്ന സ്ഥലത്തേക്ക് വീണ്ടും തിരിച്ചു ചെല്ലാനും സ്വന്തം സഹോദരനോട് രമ്യപ്പെടാനുമുള്ള ഒരു തീരുമാനം. പ്രിയപ്പെട്ടവരെ, ജീവിത പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെ നടുവിൽ യാക്കോബ് എന്നെയും നിന്നെയും പഠിപ്പിക്കുന്ന ഒരാത്മീയ ദർശനം ഇതാണ്. നിന്റെ ജീവിതത്തിൽ നീ പരാജയപ്പെട്ടു എന്ന് കരുതിയ സ്ഥലത്ത്, നീ ഒളിച്ചോടിപ്പോകുന്ന സ്ഥലത്തേക്ക് തിരികെ പോകാനും അവിടെ വെച്ച് നിനക്ക് നഷ്ടപ്പെട്ടത് എന്തോ ആണ് ആ മേഖലയിൽ ഒരു വിശുദ്ധീകരണം പ്രാപിക്കാനും നിനക്ക് സാധിക്കുക. ഒളിച്ചോട്ടം ഒന്നിനും ഒരു പ്രശ്ന പരിഹാരമല്ല. ദൈവദർശനം ഈ യാക്കോബിന് ലഭിക്കുന്നത് വഴി യാക്കോബിന് ഉള്ളിലുണ്ടാവുന്നൊരു വലിയ ബോധ്യം ഇതാണ്: എൻ്റെ ഈ ഒളിച്ചോട്ടം ഒന്നിനും ഒരു പ്രശ്നത്തിന് പരിഹാരമല്ല. ഞാൻ എൻ്റെ ജീവിതത്തെ അഭിമുഖീകരിക്കേണ്ട വ്യക്തിയാണ്. എൻ്റെ സഹോദരനെ ഞാൻ നേടേണ്ട വ്യക്തിയാണ്. ഞാൻ എൻ്റെ നാട്ടിൽ നിൽക്കേണ്ടവനാണ്. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ ഒളിച്ചോട്ടം, യാക്കോബിൻ്റെ ഒളിച്ചോട്ടത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം
അതിൻ്റെ ഹെഡിങ് തന്നെ യാക്കോബ് ഒളിച്ചോടുന്നു എന്നുള്ളതാണ്. അത് ലാബാന്റെ പക്കൽ നിന്നാണ് ഒളിച്ചോടുന്നത്. പ്രിയപ്പെട്ടവർ, ഈ ഒളിച്ചോട്ടം അവസാനിക്കുന്നത് എവിടെയാണെന്നറിയാവോ? സ്വന്തം സഹോദരൻ്റെ പക്കലേക്കുള്ള ഒരു തിരിച്ചുള്ള യാത്രയിലാണ്. അതിൽ മനോഹരമായിട്ടുള്ള സംഭവം ഇങ്ങനെ കുറിച്ചു വച്ചിരിക്കുന്നു. യാക്കോബിൻ്റെ മൽപ്പിടുത്തമാണ്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 22 മുതലുള്ള വചനത്തിൽ നമ്മൾ അങ്ങനെ കണ്ടുമുട്ടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിൽ 30-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: എന്നിട്ടും ഞാൻ ജീവനോടെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ആ സ്ഥലത്തിന് പെനുവേൽ എന്ന് പേരിട്ടു. അവൻ പെനുവേൽ കടന്നപ്പോഴേക്കും സൂര്യൻ ഉദിച്ചു. ഉളുക്കു നിമിത്തം അവൻ ഞൊണ്ടുന്നുണ്ടായിരുന്നു. അവിടുന്ന് യാക്കോബിൻ്റെ അരക്കെട്ടിൽ തട്ടിയതുകൊണ്ട് തുടയും അരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്നായു ഇസ്രായേൽക്കാർ ഇന്നും ഭക്ഷിക്കാറില്ല. അങ്ങനെ തിരുവചനം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആത്മീയ സത്യം, ഈ യാക്കോബ് അവിടെ നിന്ന് യാത്ര തിരിച്ച് ഏസാവിൻ്റെ പക്കലേക്കാണ്. പിന്നീട് അടുത്ത അധ്യായം ആരംഭിക്കുന്നത് ഏസാവിനെ കണ്ടുമുട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, യാക്കോബിൻ്റെ ഒളിച്ചോട്ടം എന്നെയും നിന്നെയും ഒരു ആത്മീയ സത്യം പഠിപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ ഭാരപ്പെടുന്ന അനുഭവങ്ങൾക്ക് മുമ്പിൽ ഒളിച്ചോടിയത് കൊണ്ട് ഒരിക്കലും ഒന്നിനും ഉത്തരമാവില്ല, പ്രശ്നത്തിന് പരിഹാരമാവില്ല. മറിച്ച് എന്ത് ചെയ്യണം? നിന്റെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മുമ്പിൽ ഒരു ദൈവദർശനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവിക ഇടപെടൽ ഉണ്ടാകുമ്പോഴാണ് ആ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം കിട്ടുന്നത്. അയ്യോ, ജീവിതത്തിൽ ക്രൈസിസ്, പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് 24 മണിക്കൂറും അലമുറയിടുന്നത് കൊണ്ട് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവുന്നില്ലല്ലോ. മറിച്ച് യാക്കോബിനുണ്ടായതുപോലെ ദൈവദർശനങ്ങൾ ജീവിതത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കും. മറ്റൊരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട മോശയാണ്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 11-ാം തിരുവചനത്തിൻ്റെ ഹെഡിങ് മോശ ഒളിച്ചോടുന്നു എന്നാണ്. മോശ ഒളിച്ചോടുന്നു. തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. 2-ാം അധ്യായം 11 മുതലുള്ള വചനം: പ്രായപൂർത്തിയായതിനു ശേഷം മോശ ഒരിക്കൽ തൻ്റെ സഹോദരനെ സന്ദർശിക്കാൻ പോയി. അവൻ അവരുടെ കഠിനാധ്വാനം നേരിൽ കണ്ടു. തത്സമയം സ്വജനത്തിൽപ്പെട്ട ഒരു ഹെബ്രായനെ ഒരു ഈജിപ്തുകാരൻ പ്രഹരിക്കുന്നത് കണ്ടു. അവൻ ചുറ്റും നോക്കി. ആരുമില്ലെന്ന് കണ്ടപ്പോൾ ആ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ മറവ് ചെയ്തു. അപ്പോൾ ഇതാണ് സംഭവം. അതിനവസാനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: പക്ഷെ മോശ ഫറവോയുടെ പിടിയിൽപ്പെടാതെ ഒളിച്ചോടി മിദിയാൻ നാട്ടിലെത്തി അവിടെ ഒരു കിണറിന് സമീപം ഇരുന്നു. മോശ ഒളിച്ചോടുകയാണ്. ഒരു വലിയ കൊലപാതകത്തിന് ശേഷം മോശ ഒളിച്ചോടുകയാണ്. ഭാരം, പ്രതിസന്ധി, പ്രശ്നം എന്തു ചെയ്യും? മോശയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. മോശ ഒളിച്ചോടുന്നു. മിദിയാൻ എന്ന് പറയുന്ന ദേശത്തേക്കാണ് മോശ ഒളിച്ചോടുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, മോശയുടെ ഒളിച്ചോട്ടം കൊണ്ട് പ്രശ്നത്തിന് പരിഹാരമാവുന്നില്ല. ഈജിപ്തിലേക്ക് മോശ വീണ്ടും തിരികെ എത്തപ്പെടുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം. ഇതാ നമ്മൾ കാണുന്നു മോശയുടെ ജീവിതത്തിലെ വലിയൊരു ദൈവ അനുഭവത്തെക്കുറിച്ചാണ്. മോശ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 3-ാം തിരുവചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഈ മഹാദൃശ്യം ഞാൻ അടുത്ത് ചെന്നൊന്ന് കാണട്ടെ. മുൾപ്പടർത്ത് എരിഞ്ഞ് ചാമ്പലാകുന്നില്ലല്ലോ. അവൻ അത് കാണുന്നതിന് അടുത്ത് ചെല്ലുന്നത് കർത്താവ് കണ്ടു. മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു: മോശേ, മോശേ. അവൻ വിളി കേട്ടു: ഇതാ ഞാൻ. പ്രിയപ്പെട്ടവരെ, മോശയുടെ ജീവിതത്തിൽ ഇതാ ഒരു ദൈവദർശനം ഉണ്ടാവുകയാണ്. ഒളിച്ചോടി പരാജയപ്പെട്ടിന് തിരികെയില്ല, എൻ്റെ നാട്ടിലേക്ക് തിരികെയില്ല എന്ന് കരുതിയ ഈ മോശയുടെ മുമ്പിൽ ഒരു ദൈവദർശനം. പ്രിയപ്പെട്ടവരെ, ഈ ദൈവദർശനം മോശയുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ചു. പിന്നീട് പരാജയപ്പെട്ട് ഇനി ആ സ്ഥലത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞിരുന്ന സ്ഥലത്തേക്ക് തന്നെ മോശ വീണ്ടും ഒരു നേതാവായിട്ട് കടന്നു ചെല്ലുകയാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഭാരങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ക്രൈസിസിൻ്റെയും നടുവിൽ നീ ഒളിച്ചോടുകയല്ല വേണ്ടത്. മറിച്ച് എന്ത് ചെയ്യണം? അതിൻ്റെ നടുവിൽ ഇതാ ഒരു ദൈവദർശനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവദർശനങ്ങൾ നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കും. ഒരു വ്യക്തിയെയും കൂടെ പരിചയപ്പെടുത്തുകയാണ്. അത് മറ്റാരുമല്ല, ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കേറെ പ്രിയപ്പെട്ട ഒരു കഥാപാത്രം, അത് ഹാഗാറാണ്. പ്രിയപ്പെട്ടവരെ, അബ്രാഹത്തിൻ്റെ ഭാര്യ, അത് സാറായുടെ പ്രിയപ്പെട്ട ദാസിയായിരുന്ന ഹാഗാറിനെ കുറിച്ചാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ ഇങ്ങനെ കാണുന്നു: നിന്റെ ദാസി ഇപ്പോഴും നിന്റെ കീഴിലാണ്, നിനക്ക് ഇഷ്ടം പോലെ അവളോട് പെരുമാറിക്കൊള്ളുക. സാറായി അവളോട് ക്രൂരമായി പെരുമാറാൻ തുടങ്ങി.
അപ്പോൾ അവൾ സാറായിയെ വിട്ട് ഓടിപ്പോയി. പ്രിയപ്പെട്ടവരെ, സാറായെ വിട്ട് ഹാഗാർ ഓടിപ്പോയി. ഇതാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. എന്ത് ചെയ്യും? ഒരു കുടുംബത്തിൽ ഇനി ജീവിക്കാൻ പറ്റില്ലല്ലോ. യജമാനത്തി പറഞ്ഞത് അനുസരിച്ച് പ്രവർത്തിച്ചു. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു? ഈ ഹാഗാറിൽ മാറ്റങ്ങളുണ്ടായി. ഈ ഉണ്ടായ മാറ്റങ്ങളൊന്നും സാറായിക്ക് ഇഷ്ടപ്പെട്ടില്ല. സാറായി ഒരു ഒറിജിനൽ ഭാര്യയെ പോലെ പെരുമാറാൻ തുടങ്ങിയപ്പോൾ ദാസിയായ ഹാഗാറിന് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. പ്രിയപ്പെട്ടവരെ, ഹാഗാർ ഒളിച്ചോടുകയാണ്. ഹാഗാർ ഒളിച്ചോടുന്നത് ഒരു മരുഭൂമിയിലേക്കാണ്. മരുഭൂമിയിലേക്ക് ഒളിച്ചോടിപ്പോകുന്നു എന്ന് പറയുമ്പോൾ വിജനത, ആരും സഹായിക്കാനില്ലാത്തൊരന്തരീക്ഷം. തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 7-ാം തിരുവചനം. എന്നാൽ കർത്താവിൻ്റെ ദൂതൻ ഷൂറിലേക്കുള്ള വഴിയിൽ വെച്ച് മരുഭൂമിയിലുള്ള ഒരു നീരുറവയുടെ അടുത്ത് വെച്ച് അവളെ കണ്ടെത്തി. ദൂതൻ അവളോട് ചോദിച്ചു, സാറായുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? 2 ചോദ്യങ്ങളാണ് ദൈവദൂതൻ ചോദിക്കുന്നത്. സാറായുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു? നീ എങ്ങോട്ട് പോകുന്നു? ഈ 2 ചോദ്യങ്ങൾ വളരെ പ്രസക്തങ്ങളാണ്. എന്താണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം? ഒന്ന്, നിന്റെ ജീവിതത്തിൻ്റെ ആരംഭം എവിടെ നിന്നാണ്? നീ ആരാണ്? നീ ആരാണ്? സാറായുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു? പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൻ്റെ ദർശനം എന്താണ് എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ അർത്ഥം. രണ്ടാമത് ചോദിക്കുന്ന ചോദ്യം, നീ എങ്ങോട്ട് പോകുന്നു? നീ എന്താണ് ആഗ്രഹിക്കുന്നത്? നിന്റെ മുമ്പോട്ടുള്ള വഴികളിൽ നീ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 2 ചോദ്യങ്ങളും എന്നോടും നിന്നോടും ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ നമ്മൾ മനസ്സിൽ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. എന്താണ് ചോദ്യം? എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? എന്നെ ആരാണ് സൃഷ്ടിച്ചത്? ഞാൻ ഈ പ്രശ്നത്തിൻ്റെയും പ്രതിസന്ധിയുടെ മുമ്പിൽ ഞാൻ ഇതിട്ടിട്ട് പോകണമോ? അതോ ഞാൻ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കേണ്ട വ്യക്തിയാണോ? ഈ 2 ചോദ്യങ്ങളും നമ്മുടെ മനസ്സിനോട് ചോദിക്കുമ്പോൾ അതിന് കിട്ടുന്ന ഉത്തരമാണ് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ശക്തി. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ 3 പേരുടെ ഒളിച്ചോട്ടത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരികയും അവരിതാ ഒളിച്ചോടിപ്പോവുകയുമാണ്. ഈ അടുത്ത നാളിൽ ഒരു കൗൺസിലിങ്ങിൻ്റെ അവസരത്തിൽ ഒരു കുടുംബത്തെക്കുറിച്ച് ഇങ്ങനെ കേൾക്കാനിടയായി. വളരെ പാരമ്പര്യമുള്ള, വളരെ പ്രൗഢിയുള്ള, സാമ്പത്തിക ശേഷിയുള്ള ഒരു നല്ല കുടുംബം. ആ ദേശത്തിൻ്റെ തന്നെ അനുഗ്രഹമായിരുന്ന ആ കുടുംബം. എന്നാൽ അവരുടെ മക്കൾ പിന്നീട് സാമ്പത്തികമായിട്ടൊക്കെ വളർന്നു കഴിഞ്ഞപ്പോൾ അവർ പരസ്പരം സമ്പത്തിനെക്കുറിച്ച് കലഹിക്കാൻ തുടങ്ങി. അത് പ്രശ്നങ്ങളിലേക്ക് രൂക്ഷമായി തുടങ്ങി. ഈ പ്രശ്നങ്ങൾ രൂക്ഷമായി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ പരസ്പരം കലഹിക്കുകയും അതിലൊരു സഹോദരൻ, കൂടെ ഉണ്ടായിരുന്ന സഹോദരനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ വെട്ടിപ്പരിക്കേൽപ്പിച്ച വ്യക്തി എന്ത് ചെയ്തെന്നറിയോ? അവിടെ നിന്ന് ഭാര്യയും മക്കളുമായിട്ട് ഒളിച്ചോടിപ്പോവുകയാണ്. വെട്ടുകൊണ്ട സഹോദരന് കുറച്ച് ദിവസം ആശുപത്രി കിടന്നെങ്കിലും അദ്ദേഹം സൗഖ്യം പ്രാപിച്ച് തിരികെ എത്തി. ഇന്ന് നമ്മൾ ആ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഏകാന്തതയും ആ കുടുംബത്തിലെ തീരാത്ത ദുഃഖവുമാണ്. ഒരു സഹോദരൻ അതാ ഒളിച്ചോടിപ്പോയി, വീട്ടിലില്ല. ഒരു കുടുംബ പ്രശ്നം, ഒരു ഗാർഹിക പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം? പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിൽ ഇന്ന് അനുഭവപ്പെടുന്ന ദുഃഖവും നിരാശയും ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്ക് അറിവില്ലാതെ വന്നതുകൊണ്ടാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധിയുടെ മുമ്പിൽ നമ്മൾ എങ്ങനെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നു? ഒരിക്കലും ഒരു പ്രശ്നത്തിൻ്റെ നടുവിൽ എടുത്തു ചാടി നമ്മൾ ബഹളമുണ്ടാക്കരുത്. നമ്മുടെ ഒരു സാന്നിധ്യം കൊണ്ട് ഇപ്പോൾ തന്നെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് ശഠിക്കരുത്. നമ്മളെപ്പോഴും പുസ്തകങ്ങളൊക്കെ വായിച്ച് കേട്ടിട്ടില്ലേ? കാലമാണ് എല്ലാത്തിനും ഒരു ശാന്തത നൽകുന്ന ഒരു കാര്യം. കാലം, സമയം കൊടുക്കുക. എല്ലാ പ്രശ്നങ്ങളും സാവധാനം അത് ക്രമീകരിക്കപ്പെടാനായിട്ട് സാവകാശം കൊടുക്കുക. കാലം എല്ലാ മുറിവുകളെയും മായ്ക്കും. നമുക്കറിയാമല്ലോ, ഒരു പുഴത്തീരത്ത് ആ പുഴ കലങ്ങിക്കിടക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ പുഴയിലോട്ട് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അസ്വസ്ഥത കൂടുകയുള്ളൂ. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി എന്താണ്? ശാന്തമായി ആ പുഴത്തീരത്തിരിക്കുക. ആ പുഴ സാവധാനം അതിൻ്റെ കലക്കം മാറി, അതിൻ്റെ ആ ബഹളം മാറി, അതൊന്ന് സാവകാശമാവാനായിട്ട് സമയം കൊടുക്കണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മൾ നോക്കി നിൽക്കെ നമ്മൾ കാണുന്നൊരു കാഴ്ചയുണ്ട്.
അതിൻ്റെ ആ ബഹളമെല്ലാം മാറി അഴുക്കെല്ലാം ഒരു വശത്തടിഞ്ഞ് അതിലുള്ള ഇലകളെല്ലാം ഒരു വശത്തടിഞ്ഞ് അത് തെളിനീര് പോലെ അത് മാറ്റപ്പെടും. സാവധാനം സാവധാനം സമയമെടുക്കും. പ്രിയപ്പെട്ടവരെ, ഒരു പുഴ ശാന്തമാവുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെയും പ്രശ്നത്തിൻ്റെയും പ്രതിസന്ധിയുടെ നടുവിൽ നമ്മൾ എടുത്തു ചാടി ബഹളം ഉണ്ടാക്കരുത്. ഇപ്പോൾ തന്നെ ഇങ്ങനെ പറഞ്ഞതിന് ശേഷമോ ഇപ്പോൾ തന്നെ ഇങ്ങനെ പ്രവർത്തിച്ചതിന് ശേഷമോ ഉത്തരം കിട്ടൂ എന്ന് നമ്മൾ ശഠിക്കരുത്. വികാരങ്ങൾ നമ്മുടെ തീരുമാനങ്ങളെ ഭരിക്കാൻ അനുവദിക്കരുത്. വികാരങ്ങൾ ഒരിക്കലും ഭരിക്കാൻ അനുവദിക്കരുത്. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ വികാരം തലയ്ക്കകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ വിവേകം നഷ്ടപ്പെട്ടു പോകും. പിന്നെ നമ്മൾ എന്താ ചെയ്യണേന്ന് പോലും നമുക്കറിഞ്ഞുകൂടാ. ഈ അടുത്ത നാളിൽ ഒരു ഇടവകയിൽ ഒരു ധ്യാനത്തിന് ചെന്നപ്പോൾ അവിടുത്തെ വികാരിയച്ഛൻ എന്നെയും കൂട്ടിക്കൊണ്ട് ഒരു വീട്ടിൽ ചെന്നു. പ്രാർത്ഥിക്കാൻ ചെന്നതാണ്. അവിടെ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നറിയാവുന്നത് കൊണ്ട് അവിടെ ചെന്ന അവസരത്തിൽ ഞങ്ങൾ കണ്ട കാഴ്ച ഇങ്ങനെയാണ്. കുടുംബനാഥ വാവിട്ട് നിലവിളിക്കുകയാണ്. ഈ കുടുംബനാഥയോട് എന്താണ് പ്രശ്നമെന്ന് വികാരിയച്ഛൻ ചോദിക്കുന്നു. അപ്പോൾ വികാരിയച്ഛനെയും കൂട്ടിക്കൊണ്ട് ഈ വീട്ടമ്മ വീടിൻ്റെ പുറകുവശത്തുള്ള ഒരു പാടശേഖരത്തേക്ക് എത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, വാഴക്കൃഷി നടത്തപ്പെടുന്ന ഒരു പാടശേഖരം. പ്രിയപ്പെട്ടവർ, അവിടെ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച ഞെട്ടിക്കുന്നൊരു കാഴ്ചയായിരുന്നു. കൊലക്കാറായ വാഴകളെല്ലാം ആരോ വെട്ടിയിട്ടിരിക്കുന്നു. കൊലക്കാറായ എല്ലാ വാഴയും ആരോ വെട്ടിയിട്ടിരിക്കുന്നു. ഇത് കണ്ടിട്ട് വികാരിയച്ഛന് സങ്കടം, എനിക്ക് സങ്കടം. അപ്പോൾ ഈ വീട്ടമ്മയോട് ചോദിച്ചു, ഇതെന്താണ് പ്രശ്നം? ആരാണ് ചെയ്തത്? രാഷ്ട്രീയ പാർട്ടിക്കാരാണോ? സാമൂഹ്യ ദ്രോഹികളാണോ? നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളുണ്ടോ? ആരാണ് പ്രശ്നം? ചോദിച്ചപ്പോഴത്തേക്ക് വീട്ടമ്മ പറഞ്ഞു, മറ്റാരുമല്ല, ദാണ്ടെ അവിടെ ഇരിപ്പുണ്ട്. നോക്കിയപ്പോൾ കുടുംബനാഥൻ കൈ തലയും കൊടുത്തുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഇതെന്താ പ്രശ്നം? എൻ്റെ അച്ഛാ എന്തു പറയാനാണ്? തലേ ദിവസം കുടിച്ച് ലക്ക് കേട്ട് കുടുംബനാഥൻ വീട്ടിൽ വന്നു. ഭാര്യയുമായിട്ട് വഴക്കുണ്ടാക്കി. ഭാര്യയ്ക്ക് നല്ല ആരോഗ്യമുണ്ട്. ഭാര്യനെ തല്ലാൻ പറ്റില്ല. ഭാര്യനെ തല്ലിക്കഴിഞ്ഞാൽ തിരിച്ചു തല്ലും. അതുകൊണ്ട് കുടുംബനാഥൻ അരിശവും ദേഷ്യവും എല്ലാം വന്നിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ എന്ത് ചെയ്തു? അവിടെ ഉണ്ടായിരുന്ന കത്തിയെടുത്ത് നേരെ പറമ്പിലോട്ടിറങ്ങി എല്ലാ കൊലക്കാറായ വാഴയും വെട്ടിയിട്ടു. പ്രിയപ്പെട്ടവരെ, നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ ഇരുന്നും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ചെയ്ത മണ്ടത്തരത്തെ ഓർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മനുഷ്യൻ തന്നെയാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പണം കൊണ്ടുവന്ന് അവിടെ വാഴ നട്ടത്, എല്ലാ ദിവസവും വാഴയ്ക്ക് വെള്ളമൊഴിക്കുന്നത്, അതിന് വളമിട്ടത്, അത് വളർത്തി വലുതാക്കി അതിൻ്റെ കൊല കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് ഫലം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന മനുഷ്യൻ, ആ വ്യക്തി തന്നെ അതിൻ്റെ ഫലമെല്ലാം നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്തു കാര്യം? ഒരു പ്രശ്നം, ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ വികാരങ്ങൾ കടിമപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തെറ്റിപ്പോകും. ആത്മഹത്യകൾ സംഭവിക്കുന്നത് അങ്ങനെയാണ്. ഒരു സാമ്പത്തിക പ്രതിസന്ധി, അല്ലെങ്കിൽ ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിലെ പ്രതിസന്ധി, അല്ലെങ്കിൽ ജീവിതത്തിൽ ഏതെങ്കിലും പരാജയങ്ങൾ, നാട്ടുകാരുടെ മുമ്പിൽ ഇനി നടക്കാൻ പറ്റില്ല എന്നുള്ള ഞെട്ടിക്കുന്ന കാര്യങ്ങൾ, എന്തുമാവട്ടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരമുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധിയുടെ നടുവിലാണ് നീയെങ്കിൽ ഇതാ തിരുവചനം പഠിപ്പിക്കുന്നു, ഒരു ദൈവ ദർശനത്തിന് വേണ്ടി, ദൈവിക ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം ഇടപെടുമ്പോൾ മാത്രമേ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുകയുള്ളൂ. ഒരിക്കലും അല്ലേ, നമ്മൾ ചിന്തിച്ച് നോക്കിയ മോശ കൊലപാതകം ചെയ്തവനാണ്. ആ ദേശത്തേക്ക് ഇനി തിരിച്ചു പോവില്ല എന്നവൻ തീരുമാനമെടുത്തവനാണ്. കാരണം തിരിച്ചു ചെല്ലാൻ പറ്റില്ല, അത്രത്തോളം ദുർഘടമായിട്ടുള്ളൊരവസ്ഥ. പക്ഷേ ആ ദേശത്തേക്കൊരു നേതാവായിട്ട് ചെല്ലാൻ മോശെ ദൈവം അനുവദിച്ചു. യാക്കോബ് സ്വന്തം സഹോദരനെ വഞ്ചിച്ച് ഇനി ആ ദേശത്തേക്ക്, കുടുംബത്തേക്കോ മാതാപിതാക്കളുടെ പക്കലേക്ക് പോകാൻ പോലും പറ്റില്ല എന്നുള്ള ചിന്തയിലുള്ളവനെ ഇതാ ദൈവദർശനം വീണ്ടും അവൻ അനുഗ്രഹത്തിലേക്ക് നയിക്കുകയാണ്. ഹാഗാറിനും അങ്ങനെ തന്നെ. അങ്ങനെയെങ്കിൽ നീ ജീവിതത്തിൽ ഏതൊരു വലിയ തകർച്ചയുടെ നടുവിലുള്ള വ്യക്തിയാണെങ്കിലും നിനക്കൊരു കാര്യം ഉറപ്പിക്കാം, നീ ദൈവദർശനം ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കും. നമുക്കും പ്രാർത്ഥിക്കേണ്ട എന്തിനു വേണ്ടിയിട്ടാണ്? പ്രശ്നവും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ബഹളം കൂട്ടി, വഴക്കുണ്ടാക്കി, വികാരങ്ങൾ കൊണ്ട് നിറഞ്ഞ് അത് പ്രശ്നം കൂടുതൽ വഷളാക്കാതെ മറിച്ച് ശാന്തമാവുക. ഒരു വലിയ പ്രശ്നവും പ്രതിസന്ധിയും ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുക, നിന്റെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുക, വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വായിക്കുക, കൊന്ത ചെല്ലുക, ശാന്തമാവുക.
അങ്ങനെ നീ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കും. അല്ലാതെ ബഹളം വയ്ക്കുന്നത് കൊണ്ട് ഒന്നിനും ഉത്തരമാവില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. അനുദിന ജീവിതത്തിൽ നമ്മൾ എന്തോരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു, എന്തോരം ക്രൈസിസുകൾ. പ്രിയപ്പെട്ടവരെ, ഏതൊരു ക്രൈസിസിൻ്റെ നടുവിലും നിനക്ക് ഉത്തരമുണ്ട്. നീ പരിഭ്രമിക്കരുത്. കാരണം ദൈവമാണ് നിന്നെ നയിക്കുന്നത്. ദൈവമാണ് നിന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. ഹാഗാറിനോട് ചോദിച്ച ചോദ്യം എന്നോടും നിന്നോടും ചോദിക്കപ്പെടണം. എന്താണ് ചോദ്യം? സാറായുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു? നീ എങ്ങോട്ട് പോകുന്നു? പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിതത്തിൽ ചിന്തിക്കണം. ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്ന് ചിന്തിക്കുമ്പോൾ, ഇനി മരിച്ചുവെന്ന് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുവെന്ന് ചിന്തിക്കുമ്പോൾ, ഇതാ വചനം ചോദിക്കുന്ന ചോദ്യം, നീ ജീവിതത്തിൽ ആരാണ്? എവിടെ നിന്ന് വരുന്നു? നിന്റെ ജീവിതത്തിൻ്റെ അർത്ഥമെന്ത്? ലക്ഷ്യമുണ്ട്? ധ്യാനിക്കുക. ദൈവം ഇടപെടും. നിരാശപ്പെടേണ്ട കാര്യമില്ല. സങ്കീർത്തനം 55 അധ്യായം 22 തിരുവചനം മറക്കാതെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. എന്താണ് വചനം? നിന്റെ ഭാരമെല്ലാം കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും. പ്രിയപ്പെട്ടവരെ, ദൈവം സമൃദ്ധമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിന്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും. ദൈവം സമൃദ്ധമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദ ലോർഡ്.